ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു മോരപ്പം എന്ന് പറയുന്ന അപ്പമാണ്. അതിനായി ഞാൻ കുറച്ചിവിടെ ഇഡ്ഡലി ദോശൻ്റെ ബാറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഈ രാവിലെ ടിഫൻ ആയാലും വൈകിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതാണെങ്കിലൊക്കെ കഴിക്കാം കേട്ടോ. ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. നമ്മളെപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കുന്നതിന് പകരം വേറൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. കുറച്ച് ഞാൻ മാവെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് റവ കൊട്ടി കൊടുക്കാം. അരക്കപ്പിൻ്റെ താഴെ റവ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ തേങ്ങ മേലെ ഉണ്ടാവും, അതിട്ട് കൊടുക്കാം. മോരോ തൈരോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഒരു അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടാവും, ഇതും കൂടെ ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഓൺ ചെയ്ത് അരച്ചെടുക്കണം. അതെല്ലാം കൂടി ഓൺ ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇതിനി പാത്രത്തിൽ ഒഴിക്കാം. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണ്. വെള്ളം ഒരുപാടായി പോകാൻ പാടില്ല. റവ ഇട്ടിട്ട് വേണമെങ്കിൽ ആ വെള്ളം ആവുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെയുള്ള മാവല്ലേ, ഇങ്ങനെയുണ്ട് മാവ്. ഇതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി കിടക്കുന്നുണ്ട്, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചെറിയ ദോശയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് തിരിച്ചിട്ട് കൊടുക്കാം. മതി, ഇത് വെന്തിട്ടുണ്ടാവും, നമുക്ക് എടുക്കാം. അതേപോലെ അടുത്ത ഒഴിച്ചു കൊടുക്കാം. ഇത് വെന്തിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദോശ ഇഡ്ഡലി മാവുകൊണ്ട് 3 തരം വ്യത്യസ്തമായ രുചിയിലുള്ള പലഹാരങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈവനിങ്ങിന് ഉപയോഗിക്കാം, മോർണിംഗിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാനും വൈകിട്ട് ചായയ്ക്ക് ഉപയോഗിക്കാനും അങ്ങനെ. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ദോശ ഇഡ്ഡലി മാവിൻ്റെ ബാറ്ററാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. ലേശം കടുക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഒരു മുറി സവാള, ഒരു 2 കൊത്ത് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, നിങ്ങൾക്ക് എന്താ വീട്ടിലുള്ള വെജിറ്റബിൾ എന്താണോ അതെടുക്കാം. ഇത് നമുക്ക് അതിലിട്ട് കൊടുക്കാം. ലേശം ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും, അവർ കഴിക്കും. വെജിറ്റബിൾസൊക്കെ ഇഷ്ടമല്ലെങ്കിൽ അതുകൂടെ അതിൽ കൂടെ അവർക്ക് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും വലിയവർക്കും കഴിക്കാൻ കേട്ടോ. കേട്ടോ ഏകദേശം വെന്ത് തുടങ്ങി. ഇത്ര വെന്താൽ മതിയാവും. ഒരു 3/4 വേവായിട്ടുണ്ട്, മതിയാവും. ഓഫ് ചെയ്യാം. ഈ മാവ് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാവട്ടെ. അതേപോലെ തന്നെ കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മേലെ കുറച്ച് ഇതിട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണമെങ്കിലും ചുട്ടെടുക്കാം കേട്ടോ. അത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാണ് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്കിത് എടുക്കാം. അടുത്തത് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ മേലെ അതിട്ട് കൊടുക്കാം. കുറച്ച് ശീശ ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
ഇതാ അടുത്ത ഇഡ്ഡലി ദോശ മാവ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. ഇതാ കുറച്ച് ക്യാരറ്റ്, ലേശം ക്യാബേജ്, ബീൻസ്, ഒരു പൊട്ടറ്റോ, ഇതാ ലേശം ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഒരു ജാറെടുത്തു, അതിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസൊക്കെ ഇതിൽ ഒന്ന് ഇട്ട് കൊടുക്കണം. ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതും ഈസി ആയിരിക്കും കഴിക്കാൻ. ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റും ആയിരിക്കും. വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കഴിക്കാൻ പറ്റും കേട്ടോ. ഇതാ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇത് അടിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് അരയേണ്ട, കുറച്ച് ഒന്ന് ഇതായി കിട്ടിയാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മൾ വേറെ വലുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് വലുത് ഒന്ന് ചെറുത് അങ്ങനെ ആയിപ്പോവും. ഇതാവുമ്പോൾ എല്ലാം ഒരേപോലെ നമുക്ക് കിട്ടും കേട്ടോ. മിക്സിയിൽ എത്ര ഇടാൻ പറ്റുന്നോ അങ്ങനെ അടിക്കാൻ പറ്റുള്ളൂ. കുറച്ച് പകുതി ആണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇതാ ഒരു മുറി സവാള, 2 പച്ചമുളക് ഇതും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതാട്ടോ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കണം. ഇപ്പോൾ ഇതൊരു കളർ ചേഞ്ചും ആയി, കാണാനൊരു ഭംഗിയുണ്ട്, കഴിക്കാനൊരു ടേസ്റ്റുമാണ് കേട്ടോ. ബീട്രൂട്ട് ഇടുന്നത് അതിന് വേണ്ടിയിട്ടാണ്, ഈ കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ അതൊരു വെജിറ്റബിളും ആയി ഇങ്ങനെ കളർ ചേഞ്ചായി വരികയും ചെയ്യേ. ഒരു പാൻ ചൂടാവാൻ വെച്ചു, ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒന്ന് വേവാനുണ്ടാവും, പച്ചക്കറികളൊക്കെ ഒന്ന് വേവാത്തത് കൊണ്ട് തന്നെ. വേറെ ദോശയൊക്കെ പോലെ ഇത് പെട്ടെന്ന് ആവില്ല കേട്ടോ, മറിച്ചിടാൻ പതുക്കെ ആവുള്ളൂ. പച്ചക്കറികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് സമയമാവും. വേഗത്തിൽ അങ്ങനെ മറിച്ചിട്ടാവണില്ല കേട്ടോ. ഈ കളറ് വേണമെങ്കിൽ മാത്രം ബീട്രൂട്ട് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇതിടേണ്ട ആവശ്യമില്ല. മറ്റുള്ള പച്ചക്കറികൾ മാത്രം മതിയാവും കേട്ടോ. ഇനി ഇതെടുക്കാം ആയിട്ടുണ്ടാവും. ലേശം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. വലിയ ദോശ വേണമെങ്കിലും ആക്കാം, ചെറിയ ദോശ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. ഇതങ്ങനെ ഞാൻ എല്ലാ ദോശയും ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇതങ്ങനെ 3 ദോശയും റെഡി ആയിട്ടുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇത് അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാർ റെസിപ്പിയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ദോശ കഴിക്കുകയാണെങ്കിൽ. ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1/4 കപ്പ് തോരപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി ഇത് വേഗം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതാ പരിപ്പ് 2-3 തവണ നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതാ പരിപ്പ് വേവാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണേ. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടാനും നന്നായിട്ട് വെന്തുടയും അതിന് വേണ്ടിയിട്ടാണ്. ഇതാട്ടോ കുറച്ച് പച്ചക്കറികളൊക്കെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാ വഴുതനങ്ങ ഉണ്ട്, വെണ്ടയ്ക്ക ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുമ്പളങ്ങ ഉണ്ട്. ഇത്രയും വെജിറ്റബിൾസ്. ഇതാട്ടോ 3 വിസിൽ വന്നു, നന്നായിട്ട് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഓഫ് ചെയ്തു. ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു, ഓയിൽ ഒഴിച്ചു. അതിലോട്ട് മുഴുവനായിട്ടുള്ള കായമാണ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വെന്താരട്ടെ. ഇതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്, കട്ടക്കായം. ഇതാ കായം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉലുവ 1/4 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി ഇതാ ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വേവണം, അല്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവുമേ.
ഇതാ എരിവിന് ആവശ്യമുള്ള ഒരു 5-8 കപ്പൽ മുളകാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഒരു വലിയൊരു മുറി തേങ്ങ ചിരവിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ തേങ്ങ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. സിമ്മിൽ വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എന്നാലും ഇളക്കി കൊടുക്കണം. ഇങ്ങനെ അടി കട്ടിയുള്ള ചട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇതായിരിക്കും കേട്ടോ ടേസ്റ്റ്. മറ്റേ നോൺ സ്റ്റിക്കിനെക്കാട്ടിലും എന്തായാലും ഇങ്ങനത്തെ ചട്ടികൾ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ഇതാട്ടോ നമ്മളെ 4 വിസിൽ വന്നപ്പോൾ ഞാനിത് ഓഫ് ചെയ്തു. അതിൻ്റെ ആ എയറൊക്കെ പോയി. തുറന്ന് നോക്കാം. ഇതേട്ടോ പരിപ്പ് കണ്ടോ, ഇതാ ഇങ്ങനെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നന്നായി വെന്തുടയുമ്പോഴായിരിക്കും എന്നാലും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതിലോട്ട് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാ കുമ്പളങ്ങ, ഉരുളക്കിഴങ്ങ്, ഇതാ ബീൻസ്, ക്യാരറ്റ്, മുരിങ്ങക്കായ, ഇതാ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ മൂടി വെച്ചിട്ട് ഒരു വിസിലിട്ട് കൊടുത്ത് പറഞ്ഞാൽ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ചെയ്താൽ അതിനൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മൂടി വെച്ച് വേവിക്കുന്നതിന് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇതാ ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തത്. എന്താ അതിലേക്ക് ഞാൻ മുഴുവനായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ഉണ്ടാകും മുഴുവനായിട്ടുള്ള മല്ലിയാണ്. അത് ഓൾറെഡി വറുത്ത് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇട്ടത്. അല്ലെങ്കിൽ ആ കായത്തിനോടൊപ്പം അപ്പം തന്നെ ആ എണ്ണയിൽ കൂടെ ഇട്ട് വറുത്തെടുക്കണം. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് വറുത്ത് വെച്ചുകൊണ്ട് തന്നെ ഞാനത് പിന്നെ വറുക്കേണ്ടതില്ലല്ലോ. അപ്പോൾ നമ്മുടെ തേങ്ങ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ചിലപ്പോൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട് അത് ഇട്ടാൽ മതിയോ ഇങ്ങനെ ഇട്ടാൽ മതിയോ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയും കൃത്യമായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. വേണ്ട ഏകദേശം ആയി തുടങ്ങി. പിന്നെ ഇതിൽ വെച്ചിട്ട് തന്നെ കുറച്ച് ഒന്നുകൂടിയും ആയി മൂത്ത് വരും. അപ്പോൾ ഇത് മതിയാവും. എന്താ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ലേശം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഒരു സവാളയും വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെയായിരിക്കും. വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ തന്നെ ഇട്ട് അങ്ങനെ വേവിച്ചെടുക്കാവുന്നതാണ്. ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. നമ്മുടെ വറുത്ത് വെച്ചതൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ജാറെടുത്തിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം അരച്ചെടുക്കാൻ, എന്നാലേ നന്നായിട്ട് അരയുള്ളൂ. അപ്പോൾ നമ്മുടെ കഷ്ണമൊക്കെ വെന്തു. ഇനി ഇതിലോട്ട് നമുക്ക് ഈ അരപ്പ് ചേർക്കാം. ഞാൻ കുറച്ച് വാളൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നാരങ്ങ വലിപ്പത്തിൽ. ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചാൽ മതി കേട്ടോ. ഇതാട്ടോ ആ പുളി പിഴിഞ്ഞ വെള്ളം, ജാറ് കഴുകിയ വെള്ളം എല്ലാം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഇതിൽ പുളി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വെണ്ടയ്ക്ക ഉള്ളി വഴറ്റിയതിൽ ഇട്ട് കൊടുക്കാം. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ മണമൊക്കെ പോയി, പച്ച മണമൊക്കെ പോയി. ഇനി അതിലോട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായി വൃത്തിയായി കഴുകി കട്ട് ചെയ്യുന്നതാണ്.
ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതാ കടുക് ഇട്ട് കൊടുക്കാം. ഇതാ കറിവേപ്പില, പിന്നെ വേണത് കപ്പൽ മുളക്. ഇതാ ഓഫ് ചെയ്തു. അതിൽ ഒഴിച്ച് കൊടുക്കാം. കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്തായാലും വളരെ ടേസ്റ്റി ആയിരിക്കും ആ സാമ്പാർ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.